ഇന്ന് ഞാൻ നിൽക്കുന്നത് വാവറമ്പലം ബസ് റൂട്ടിൽ നിന്നും വെറും 200 മീറ്റർ ദൂരം. ഈ വാവറമ്പലം എല്ലാവർക്കും അറിയാം. നമ്മളെ കഴക്കൂട്ടത്തിൽ നിന്നൊക്കെ ഈസി ആക്സസ് ആണ് വാവറമ്പലത്ത്. ഇവിടെ ഒരു കമ്മ്യൂണിറ്റിക്കകത്ത് ഡെവലപ്പ് ചെയ്യുന്ന വീടുകളാണ്. ഇപ്പം ഒരു ചെറിയ ബഡ്ജറ്റിലായിട്ട് നോക്കുന്ന ആൾക്കാർക്ക് ഇത് ഈസിയാണ്. വാക്കബിൾ ഡിസ്റ്റൻസ് ആണ് ബസ് റൂട്ടുമായിട്ട്. അങ്ങനെ പറ്റിയ ഒരു ഏരിയയാണ്. ഇതിനകത്തൊരു ഇൻ്റർലോക്ക് റോഡ് ഇവിടെ ടാർ ചെയ്ത് വരും. ഇവിടെ ഏകദേശം 6 വീടുകളാണ് ഈ ഒരു കോമ്പൗണ്ടിനകത്ത് വരുന്നത്. 6 വീടുകളാണ്. ഇതിനകത്ത് 2 വീടാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു വീട് നമുക്ക് പരിചയപ്പെടാം. ഇതിനകത്ത് കയറുമ്പോൾ ഇത് നമുക്ക് എലിവേഷൻ നോക്കുകയാണെങ്കിൽ വലിയൊരു വീടായിട്ടാണ് നമുക്കൊരു ഫീൽ ചെയ്യുന്നത് അല്ലേ. വലിയൊരു വീട്, വലിയൊരു നിറഞ്ഞിരിക്കുന്ന ഒരു വീടായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് 4,100 ഈ വീട് ചെയ്തിരിക്കുന്നത്. 4,100 മുറ്റത്തൊക്കെ ഏകദേശം 2-3 വണ്ടികളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് സ്പേഷ്യസ് ആയിട്ട് ഇങ്ങോട്ട് നേരെ കയറ്റി ഇട്ട് കഴിഞ്ഞാൽ 2 വണ്ടി ഇവിടെ തന്നെ ഇടാൻ പറ്റും. കാർ പോർച്ചിൽ ഒരു വണ്ടി നമുക്ക് ഇടാൻ പറ്റും. 3 വണ്ടിയോളം നമുക്ക് മുറ്റത്തിടാൻ പറ്റും. കാരണം എന്ന് പറഞ്ഞാൽ ഈ വസ്തു ഒന്ന് നീളത്തിനാണ് ഇരിക്കുന്നത്. ആ നീളത്തിന് ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിനനുസരിച്ചിട്ട് മുറ്റം കൊടുത്തിട്ടുണ്ട്. ആ മുറ്റത്തൊക്കെ വണ്ടി ഇടാൻ പറ്റുന്ന ലെവലിലാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. മുറ്റത്തൊരു വെല്ല് വാട്ടർ അവൈലബിൾ ആണ്, നമുക്ക് കാണാൻ പറ്റും. വെല്ല് അവൈലബിൾ ആണ്. നമ്മൾ കിഴക്കുന്നാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. നമുക്ക് കയറുമ്പോൾ തന്നെ ഒരു ഷൂ റാക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഷൂ ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു ഷൂ റാക്കൊക്കെ നമുക്കിവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ബൈ സുഖമാണോ? നമുക്കതാണ്ട് കിഴക്ക് ദർശനത്തിൽ നിന്ന് ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരു സിംഗിൾ ഡോറ് ഇവിടെ ഒരു പ്ലാവിൻ്റെ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. അതും ജനൽ ജാളിയോട് കൂടിയിട്ടുള്ള ഒരു ഡോറ്. അകത്ത് കയറുമ്പോൾ തന്നെ ഒരു ലിവിങ് ഏരിയയിൽ ഒരു TV യൂണിറ്റ്. ഇത് നീളത്തിനായതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കോംപ്രമൈസിലാണ് ഇത് കാണുന്നത്. വീടിനകം നമ്മൾ പുറത്തുനിന്നേ കാണുന്നത് പോലെയല്ല വീടിനകത്തേക്ക് കയറുമ്പോൾ ഒരു ചെറിയൊരു വീടായിട്ട് തോന്നും. പുറമേ കാണുമ്പോൾ വലിയ വീടായിട്ട് തോന്നും. അപ്പം ഇവിടെ ഒരു ലിവിങ് ഏരിയ, ആ ലിവിങ് ഏരിയയിൽ കൂടെ ചേർന്ന് സെപ്പറേഷൻ ചെയ്തുകൊണ്ട് തന്നെ ഒരു ഡൈനിങ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഡൈനിങ് സ്പേസിൽ ഒരു വാഷേരിയ കൗണ്ടർ, ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറോട് കൂടിയുള്ള ഒരു മോഡുലാർ കിച്ചൺ. അതും നല്ല രീതിയിൽ തന്നെ അതിൻ്റെ മെറ്റീരിയലൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയലൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഏകദേശം നല്ലൊരു ബോർഡിൽ തന്നെയാണ് അതിൻ്റെ വർക്കൊക്കെ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ഗ്യാസിൻ്റെ അടുപ്പും അതുപോലെ തന്നെ ഒരു ചിമ്മിനിയും അവൈലബിൾ ആണ്. നമുക്കൊരു അവിടെ ഒരു വർക്ക് ഏരിയ സ്പേസ് ചെയ്യാനുള്ള ഇതും സൗകര്യവും ഇതിനകത്ത് അവൈലബിൾ ആണ് ഈ വീട്ടിൽ. ഇനി ഇതിൻ്റെ താഴത്തെ നിലയിൽ മൊത്തം 3 ബെഡ്റൂമാണ്. ഇത് 1550 സ്ക്വയർ ഫീറ്റ് ആണ് ഇതിന് പണിഞ്ഞിരിക്കുന്നത്. ഇത് താഴത്തെ ബെഡ്റൂം. കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു ബെഡ്റൂം. 10x11 സൈസിലാണ് ഇതിൻ്റെ ബെഡ്റൂമിൻ്റെ സൈസ് തന്നെ വരുന്നത്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ലെവലിൽ. പക്ഷേ ഇതിനകത്ത് ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രസ്സിങ് റൂമും വിത്ത് കബോർഡ്സ് വർക്കും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ആ റൂമിൽ ആ ഒരു സ്പേസിന് വേണ്ടി കണ്ടെത്തേണ്ട ആവശ്യമില്ലാതെ തന്നെ ഒരു ഡ്രസ്സിങ് റൂമും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കബോർഡ്സ് വർക്ക് കാര്യങ്ങൾ, അതിനോട് ചേർന്ന് ഒരു ടോയ്ലറ്റും അതും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഈ വീടിൻ്റെ ഒരു അഡ്വാൻറ്റേജാണ്. അവർ ചെയ്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങളിൽ ഒരു പോസിറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അതൊക്കെ. ഇവിടെ ഇൻവെർട്ടറിൻ്റെ ഒരു റൂം ഒരു സെപ്പറേഷനായിട്ട് തന്നെ ഈ സ്റ്റെയറിൻ്റെ അടിയിലായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി മുകളിലേക്ക് പോകുമ്പോൾ ഇവിടെ വുഡിൻ്റെ ഫിനിഷിങ്ങിലുള്ള സ്റ്റെയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഒരു ജനൽ ജാളി ചെയ്തിട്ടുണ്ട്. ഈ ജനൽ ജാളിയിൽ നമുക്ക് എപ്പോഴും വീടിനകത്തേക്ക് ഒരു എയർ സർക്കുലേഷൻ കൂടുന്ന ലെവലിലാണ് അത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പം അതിൻ്റെ ഒരു ഇത് മാത്രമാണുള്ളത്. ഇപ്പോൾ ഏകദേശം ഫിനിഷിങ് വർക്കിലാണ്. ഇവിടെ മുകളിലത്തെ 2ാമത്തെ ബെഡ്റൂം, മുകളിലത്തെ റൂമിലെ ബെഡ്റൂം, മുകളിലത്തെ റൂമിൽ അതും കബോർഡ്സ് വർക്കൊക്കെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇത് സെപ്പറേഷൻ ആയിട്ടല്ല, അതിനകത്ത് റൂമിൽ കൂടെ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുപോലെ മുകളിലത്തെ റൂമിലെ 2ാമത്തെ ബെഡ്റൂം കൂടി നമുക്ക് നോക്കാം. ഇത് നമ്മളെ താഴത്തെ ബെഡ്റൂമിൻ്റെ അതേ വലിപ്പത്തിൽ, എനിക്ക് തോന്നുന്നു അതിൽ നിന്നും കുറച്ചും കൂടി വലിപ്പമുണ്ടെന്ന് തോന്നുന്നു. അതേ ലെവലിൽ തന്നെ ഒരു ഡ്രസ്സിങ് റൂമും കാര്യങ്ങളും അതുപോലെ തന്നെ ഒരു ടോയ്ലറ്റും കാര്യങ്ങളും ഇതെല്ലാം ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇതൊക്കെയാണ് വേണ്ടത്. കാരണം നമുക്കൊരു പ്രൈവസി, കുറച്ചുകൂടിയൊക്കെ പ്രൈവസി ആഗ്രഹിക്കുന്നവർക്ക് ആ ഒരു ഡ്രസ്സിങ് റൂമൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടേക്ക് ഇറങ്ങുമ്പോൾ ഒരു ബാൽക്കണി സ്പേസ്, ആ ബാൽക്കണി സ്പേസ് അത് നല്ല ബാൽക്കണി സ്പേസ് നല്ല വിശാലമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊരു പോസിറ്റീവാണ്. നല്ലൊരു വിശാലമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ഇവിടെ നമുക്കിവിടെ ഒരു ഗ്ലാസിൻ്റെ വർക്കും കാര്യങ്ങളും എല്ലാം അവർ ചെയ്യും.
ഓക്കെ ആയി. ഇത്രയും സ്പേഷ്യസ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഈ വീടിന് ചോദിക്കുന്ന പ്രൈസ് വെറും 67 ലക്ഷം രൂപയാണ് അവർ ആസ്ക് ചെയ്യുന്നത്. അത് നെഗോഷ്യബിൾ ആണ്. നമുക്ക് ഈ വീഡിയോ കണ്ടവരെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.